നമസ്കാരം. നമസ്കാരം. വെള്ളാപ്പള്ളി നടേശൻ കേരള രാഷ്ട്രീയത്തിൽ നിന്നും ചർച്ചാ വിഷയമായ വലിയൊരു വ്യക്തിത്വമാണ്. അതിപ്പം എല്ലാ കാര്യത്തിലും ഇപ്പം ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലടക്കം വെള്ളാപ്പള്ളി നടേശൻ്റെ പല പ്രസ്താവനകൾ കോൺഗ്രസിനെതിരെയും വി സതീശിനെതിരെയൊക്കെ നടന്നായിരുന്നു. അപ്പം അതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും നമ്മൾ കണ്ടതായിരുന്നു വിജയിച്ചതിന് ശേഷം കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും കൊല്ലം MLA അടക്കം നേരിട്ട് വെള്ളാപ്പള്ളിയെ പോകുന്നു, വെള്ളാപ്പള്ളിയുടെ ഭാര്യയെ ഷാളണിയിക്കുന്നു. അപ്പം കോൺഗ്രസിൻ്റെ എന്താ പറയുക ഒരു തലത്തിൽ നോക്കുമ്പോൾ കോൺഗ്രസിനെ എതിർക്കുന്ന ആളാണ് ഈ പറയപ്പെട്ട വെള്ളാപ്പള്ളി. മറുവശത്ത് അതേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വെള്ളാപ്പള്ളിയെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ ഭാര്യയെ ഷാളണിയിക്കുന്നു. എന്തിനാ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി നേരിട്ട് പോയി വെള്ളാപ്പള്ളിയെ കാണുന്നു. ഇതൊക്കെ ഒരു വശം നടക്കും. പക്ഷേ ഇന്ന് ഈ പറഞ്ഞ പോലെ കേരള കൗമുദിയുടെ ഒരു പ്രോഗ്രാമിന് ഉദ്ഘാടനത്തിൽ പ്രധാനപ്പെട്ട ഒരു അതിഥിയായി വിളിക്കപ്പെട്ടത് വെള്ളാപ്പള്ളി നടേശനായിരുന്നു. അതേ സ്റ്റേജിൽ തന്നെ പങ്കെടുക്കേണ്ട മറ്റ് രണ്ട് വ്യക്തിത്വങ്ങളാണ് ഈ പറഞ്ഞ പോലെ ലിജു, അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല. പക്ഷേ അപ്രതീക്ഷിതമായി രണ്ടുപേരും പങ്കെടുക്കുന്നില്ല എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നു. അവരതിന് ന്യായം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ KPCCയുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ വിട്ടു നിൽക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോഴും സാമാന്യ ബോധമുള്ള അല്ലെങ്കിൽ ചിന്തിക്കാൻ കേരള രാഷ്ട്രീയം വീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും അത് മാത്രമല്ല മുമ്പുണ്ടായിരുന്ന പല വിഷയം ഇതിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം കേരള രാഷ്ട്രീയം നന്നായി വീക്ഷിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് സാർ എങ്ങനെ ഈ വിഷയത്തെ കാണുന്നു? അത് ഫവാസെ, ഈ ഒരു വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നിലേക്ക് പോകേണ്ടതായി വരും. അത് ആഗോള അയ്യപ്പ സംഗമം മുതലായി ഇങ്ങോട്ട് പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. മൂന്നാം വട്ടവും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരും എന്ന് ഏറ്റവും കൂടുതൽ CPMനേക്കാൾ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് എപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ തന്നെയായിരുന്നു. അതുപോലെ തന്നെ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പിണറായി വിജയനോ CPMോ അല്ലെങ്കിൽ BJPക്കാരോ രാഷ്ട്രീയപരമായി എതിർപ്പ് ഉയർത്തുന്നതിനേക്കാൾ കൂടുതൽ എതിർപ്പ് ഉന്നയിച്ചതും വിദ്വേഷപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയതും SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനാണെന്ന് കാണാൻ സാധിക്കും. VD സതീശനെ ശത്രുതാ മനോഭാവത്തോടു കൂടി തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും വിശേഷിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തെ ഒരു സന്ദർഭത്തിൽ ബഫൂൺ എന്നൊക്കെ വിളിക്കുകയുണ്ടായി. ഇപ്പോൾ VD സതീശൻ അതിന് മറുപടി പറഞ്ഞത്, അദ്ദേഹം പ്രായമുള്ള ഒരാളാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ, എന്നേക്കാൾ വളരെ പ്രായമുണ്ട്, എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം പറയുന്നതിനോട് അതേ നാണയത്തിൽ എനിക്ക് മറുപടി കൊടുക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, പക്ഷെ ഞാൻ അതിന് മുതിരുന്നില്ല, അത് വിട്ടുകളയുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോഴെല്ലാം വെള്ളാപ്പള്ളി നടേശൻ അതിനിശിതമായി VD സതീശനെ വിമർശിക്കുന്നു. VD സതീശൻ്റെ ചില വാക്കുകൾ കടം കൊണ്ടിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴല്ല, അതിനു മുൻപ് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ നേതാക്കന്മാർ മതമേലധ്യക്ഷന്മാരുടെ തിണ്ണ നിരങ്ങാൻ പോകുന്ന ആ ഒരു പ്രവണത ഇല്ലാതെയാക്കണം. അതായത് ഏതെങ്കിലും മതവിഭാഗങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് വിധേയപ്പെട്ടുകൊണ്ട് ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിന് നേരിടാൻ പാടില്ല, അല്ലെങ്കിൽ അനാവശ്യമായ വിധേയത്വങ്ങൾ ഒരു മതവിഭാഗത്തോടും കാണിക്കാൻ പാടില്ല, എന്നാൽ വിദ്വേഷവും കാണിക്കാൻ പാടില്ല എന്ന നിലപാടാണ് VD സതീശൻ്റെതായി അന്ന് പുറത്തു വന്നത്. അത് പിന്നീട് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരം നൽകി അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അതൊക്കെ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമം അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങളായിരുന്നു. കാരണം വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ NSSൻ്റെ ആചാര്യനായ സുകുമാരൻ നായരും എല്ലാം എപ്പോഴും ഒരു കാര്യം ഒളിഞ്ഞും തെളിഞ്ഞും വ്യക്തമാക്കിക്കൊണ്ടിരുന്നവർക്ക് അവസരം കിട്ടുന്ന പൊതുവേദികളിലെല്ലാം അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ, അതായത് കേരളത്തിലെ നിർണായക സ്വാധീനമുള്ള ശക്തികളാണ് ഈ രണ്ട് വിഭാഗങ്ങളും, SNDPയും അതുപോലെ തന്നെ NSSും. അതുകൊണ്ട് NSSും SNDPയും വിചാരിച്ചു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ പറ്റും, ഏതെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണയിലാണ് ഇവരെപ്പോഴും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ആളുകളുടെ വോട്ട് എനിക്ക് വേണ്ട എന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെങ്കിൽ വേണ്ട, ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ആളുകളുമായി യാതൊരു തരത്തിലുള്ള ചെങ്ങാട്ടത്തിനുമില്ല. വോട്ട് ചോദിക്കാൻ പോകും, മതമേലധ്യക്ഷന്മാരുടെ ഇടങ്ങളിലെല്ലാം വോട്ട് ചോദിക്കാൻ വേണ്ടി പോകും, പക്ഷെ വോട്ട് ചോദിക്കലും തിണ്ണ നിരങ്ങലും രണ്ടും രണ്ടാണ് എന്നാണ് VD സതീശൻ വ്യക്തമാക്കിയത്. ഇത് വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയൊക്കെ വല്ലാണ്ട് ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശൻ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് VD സതീശനെ വിമർശിച്ചിരുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞൊരു കാരണം, VD സതീശൻ പലപ്പോഴും വെള്ളാപ്പള്ളിയിലേക്ക് അല്ലെങ്കിൽ കണിച്ചുകുളങ്ങര വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം വന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. വളരെ ബാലിശമായ ചില കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. VD സതീശൻ പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകും,
അത് മുഖ്യമന്ത്രിയായതിനു ശേഷമാണ്. മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹം ക്രൈസ്തവ സഭയെ സന്ദർശിക്കുന്നതിന് വേണ്ടി, മേലധ്യക്ഷന്മാരെ സന്ദർശിക്കുന്നതിന് വേണ്ടി പോയി. അത് ഈ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായുള്ള ചില തർക്കങ്ങളായിരുന്നു. ഫിഷറീസ് വകുപ്പ് ഏതെങ്കിലും ക്രൈസ്തവ സമൂഹത്തിലുള്ള മന്ത്രിമാർക്ക് തന്നെ കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അവരെ കാണാൻ വേണ്ടിയിട്ടാണ് വി ഡി സതീശൻ പോയത് എന്നുള്ളതാണ് നമ്മുടെ അറിവ്. എന്തായാലും അപ്പോൾ മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിക്കുന്നുണ്ടായി, ഈ മതമേലധ്യക്ഷന്മാരെ കാണാൻ പോകില്ല എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് പോയതെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. മതമേലധ്യക്ഷന്മാരെ കാണാൻ പോകും, തീർച്ചയായും ഇനിയും പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോകുമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും അദ്ദേഹത്തെ കാണാൻ പോകും. ഇനി ആരെങ്കിലുമായി നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കേണ്ട ഉത്തരവാദിത്തം പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്കുണ്ട്. അപ്പം എന്നോട് ആർക്കെങ്കിലും നീരസം ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തീർക്കും. തീർച്ചയായും വെള്ളാപ്പള്ളി നടേശനെയും കാണും എന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും അവർക്കിടയിലുള്ള ആ മഞ്ഞുരുകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. UDF ഈ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ പറഞ്ഞതുപോലെ 100 സീറ്റ് നേടുകയാണെങ്കിൽ, 100 വേണ്ട 99 സീറ്റ് നേടിയാൽ മതി എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. 1 സീറ്റ് എൻ്റെ ആനുകൂല്യം കൊടുക്കുന്നു. 99 സീറ്റ് നേടുകയാണെന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ തല മുണ്ടനം ചെയ്യാം. പകരം വി ഡി സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ എന്നൊക്കെയാണ് ചോദിച്ചത്. എന്തായാലും കാക്ക മലർന്നു പറക്കും, ഞാൻ തലമുണ്ടനം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശൻ മലർന്നു പറക്കണ കാക്കയെ പിന്നെ കാണിച്ചില്ല. UDF 102 സീറ്റോട് കൂടി അധികാരത്തിൽ വന്നപ്പോൾ വി ഡി സതീശൻ്റെ അടുത്ത് പലരും ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പറഞ്ഞല്ലോ, എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾ നടത്തുന്ന പ്രസ്താവനകൾ മാത്രമായി കണ്ട് വിട്ടുകളയുന്നു. അല്ലാതെ അദ്ദേഹം തലമുട്ടയടിക്കണമെന്നോ അല്ലാന്നുണ്ടെങ്കിൽ കാക്ക മലർന്നു പറക്കണമെന്നോ ഒന്നും പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കി കാണിക്കാൻ എൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളൊന്നും നടത്തുന്നില്ല. അതൊക്കെ അതാത് സന്ദർഭത്തിൽ ഓരോരുത്തർ പറഞ്ഞതാണെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ ഫവാസ് പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, തെരഞ്ഞെടുപ്പിന് ശേഷം ബിന്ദു കൃഷ്ണ മന്ത്രി വെള്ളാപ്പള്ളി നടേശനെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ച, അദ്ദേഹത്തിൻ്റെ കൈ തൻ്റെ തലയിൽ വച്ച് അനുഗ്രഹിക്കുന്ന പടമൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. രമേശ് ചെന്നിത്തലയും വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചിരുന്നു. അതൊരു പൊതുപരിപാടിയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ ബിന്ദു കൃഷ്ണ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ സന്ദർശിച്ചു. ഇത് UDFനകത്ത് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് കാലം മുതൽ തന്നെ UDFനെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവിനെയും വി ഡി സതീശനെയും കോർണർ ചെയ്ത് ആക്രമിക്കുന്നതിൽ വെള്ളാപ്പള്ളി നടേശൻ വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്യാമ്പയിൻ എന്ന പോലെ തന്നെയായിരുന്നു UDFനെതിരെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെതിരെ UDFിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെതിരെയൊക്കെ വെള്ളാപ്പള്ളി നടേശൻ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. അത് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് പോയി സംസാരിച്ചപ്പോഴൊക്കെ ലീഗിനെ തികച്ചും വർഗീയവാദിയാക്കിയൊക്കെ ചിത്രീകരിക്കുന്ന ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അതിനെതിരെ പിന്നീട് ലീഗിലെ തന്നെ ഏറ്റവും തീവ്ര സ്വഭാവമുള്ള ആളെന്ന് പറയുന്നത് KM ഷാജിയൊക്കെ തുറന്നടിച്ചിട്ടുണ്ടായിരുന്നു. പോത്തിനെന്ത് ഏത്തവാഴ, ലീഗിനെന്ത് വെള്ളാപ്പള്ളി എന്നൊക്കെ തരത്തിലാണ് അന്ന് KM ഷാജി വെള്ളാപ്പള്ളി അതിനിശിതമായി വിമർശിച്ചത്. എന്തായാലും തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെയും അല്ലെങ്കിൽ UDFനെയും കോൺഗ്രസിനെയും ഒക്കെ അതിനിശ്ചിതമായി വിമർശിക്കുകയും പിണറായി വിജയൻ എന്ന നേതാവ് വീണ്ടും അധികാരത്തിൽ വരും, CPM അധികാരത്തിൽ വരും എന്നൊക്കെ പറഞ്ഞ് നടന്ന വെള്ളാപ്പള്ളി നടേശന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ അത് വലിയ തിരിച്ചടിയായിരുന്നു. അദ്ദേഹം എന്ന് മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലായി. പിന്നീട് മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ചില വിമർശനങ്ങളും ഒക്കെ നാട്ടിൽ നടക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ആലപ്പുഴയിൽ നിന്നുള്ളൊരു മുഖ്യമന്ത്രി ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം, അത് മാനിക്കാം. അപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ ഒരു കാരണവശാലും മുഖ്യമന്ത്രി ആകരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ അങ്ങനെ ചില പരാമർശങ്ങൾ നടത്തി. അത്തരത്തിലുള്ള ചില പ്രസ്താവനകളും വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പോൾ ഞെട്ടിക്കുന്ന തരത്തിൽ ഫവാസ് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. ഈ കേരള കൗമുദി എന്ന പത്രത്തിൻ്റെ 115ാമത് വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ആലപ്പുഴയിൽ വെച്ച് വലിയൊരു സദസ്സ് സംഘടിപ്പിക്കുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ആലപ്പുഴക്കാരൻ കൂടിയായ രമേശ് ചെന്നിത്തലയും ആലപ്പുഴയിൽ നിന്ന് ജയിച്ചു വന്ന മന്ത്രി ലിജുവിനെയും എല്ലാം ചേർത്തുകൊണ്ട് ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട, അല്ലെങ്കിൽ ആലപ്പുഴയിലും പരിസര പ്രദേശത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ സാമാജികന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്കൊക്കെ ആദരവ് നൽകിക്കൊണ്ടുള്ള ഒരു വലിയ പരിപാടി, സുധാകരൻ അടക്കമുള്ള ആളുകൾക്ക് ആദരം നൽകുന്ന ഒരു പരിപാടി കേരള കൗമുദിയുടെ. പക്ഷേ ഈ പരിപാടിയിൽ രമേശ് ചെന്നിത്തലയും ലിജുവും എത്തിച്ചേരും എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ആ പരിപാടിയിൽ വെള്ളാപ്പള്ളി നടേശനാണ് മുഖ്യാതിഥിയായി വരുന്നത് എന്നുള്ളതിൻ്റെ പേരിൽ തങ്ങൾക്ക് എത്താൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യാതിഥിയായതിൻ്റെ പേരിലാണ് വരാത്തത് എന്ന ഒരു കാര്യം പറഞ്ഞില്ല. KPCCയുടെ വിശാല യോഗം നടക്കുന്നു. അപ്പോൾ ആ വിശാല യോഗം നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന സമയത്ത്
എത്താൻ പറ്റില്ല എന്നാണ് രമേശ് ചെന്നിത്തലയുടെയും ലിജുവിൻ്റെയും ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, രമേശ് ചെന്നിത്തലയും ലിജുവും തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന വന്ദേ ഭാരത് ട്രെയിനിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ആലപ്പുഴയ്ക്ക്. അവരുടെ പേഴ്സണൽ സ്റ്റാഫിനും ഒക്കെ ടിക്കറ്റ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അവസാന നിമിഷത്തിൽ അത് റദ്ദ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് പാർട്ടിക്കകത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ഒരു കാരണവശാലും വെള്ളാപ്പള്ളി നടേശനൊപ്പം വേദി പങ്കിടേണ്ടതില്ല എന്നുള്ള ഒരു അലിഖിത നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രമേശ് ചെന്നിത്തലയും ലിജുവുമെല്ലാം ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ ചടങ്ങ് ബഹിഷ്കരിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടി തന്നെയാണ്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിന്ന നിപ്പിൽ മലക്കം മറിഞ്ഞ് പ്രസ്താവനകൾ ഇറക്കുന്ന ആളായതിൻ്റെ പേരിൽ വെള്ളാപ്പള്ളിയുടെ ഏതെങ്കിലും അസൗകര്യം കാരണം ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തലയും ലിജു ഒക്കെ എത്താതിരുന്നത് വേണമെന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നൊരു നിരീക്ഷണം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ പരാമർശം ഉണ്ടായേക്കാം എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ വെള്ളാപ്പള്ളി നടേശന് കരണമടിച്ചൊരു അടി കൊടുത്തിരിക്കുന്നു രമേശ് ചെന്നിത്തലയും എം ലിജുവും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. വെള്ളാപ്പള്ളി നടേശൻ്റെ വേദി പങ്കിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പക്ഷേ പോകാൻ താല്പര്യം ഉണ്ടായിരിക്കും, എം ലിജുവിനും പോകാൻ താല്പര്യം ഉണ്ടായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ ഉള്ളിലെ പല നേതാക്കന്മാർക്കും ഈ രാഷ്ട്രീയത്തിന് ഈ ഇലക്ഷന് ശേഷം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇനി വെള്ളാപ്പള്ളി നടേശനെ എന്താ പറയുക കൂട്ടുപിടിച്ച് നടക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതും, സമുദായ പ്രവർത്തകർക്കിടയിൽ അദ്ദേഹത്തിൻ്റെ വില എത്രയുള്ളൂ എന്നുള്ളതും. കാരണം അങ്ങനെ അദ്ദേഹത്തിന് വാല്യൂ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്രാവശ്യം UDF ഭരണത്തിൽ കയറില്ലായിരുന്നു. കാരണം അത്തരത്തിൽ അതിരൂക്ഷമായിട്ട് UDFനെയും കോൺഗ്രസിനെയും ലീഗിൻ്റെ നേതാക്കന്മാർ, അതിലുപരി സതീശിനെയും കടന്നാക്രമിച്ച നേതാവാണ് ഈ പറഞ്ഞപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ. അപ്പൊ അത്തരത്തിൽ പറഞ്ഞിട്ടും കോൺഗ്രസ് ജയിച്ചു എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് കൃത്യമായിട്ട് അറിയാം ഇനി ഇയാൾ ആവശ്യമില്ല, ഇയാൾ വേദി പങ്കെടുക്കേണ്ട എന്നുള്ളത്. വീണ്ടും അതൊക്കെ തെളിഞ്ഞതിന് ശേഷം രമേശ് ചെന്നിത്തലയും ഈ പറഞ്ഞ പോലെ ബിന്ദുവും പോയി കണ്ടു എന്നുള്ളത് നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. വീണ്ടും ഇപ്പൊ ഈ പറഞ്ഞതിൽ രമേശ് ചെന്നിത്തല അംഗമാണ്. ഇപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് കാണാൻ താല്പര്യമുണ്ട്, പക്ഷെ കോൺഗ്രസിന്റെ പല ഉള്ളിലെ നേതാക്കന്മാരുടെയും ശക്തമായ ഈ പറഞ്ഞ പോലെ എതിർപ്പ് മൂലമാണ് ഈ ഒരു നടപടിയിലേക്ക് അദ്ദേഹം വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് UDFന്റെ ഒരു തീരുമാനം തന്നെയായിരിക്കും. കാരണം UDFന്റെ പ്രധാന ഘടകകക്ഷി മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനെ നഖശികാന്തം എതിർക്കുന്ന ഒരു രീതിയാണ് വെള്ളാപ്പള്ളി നടേശൻ പുലർത്തിയിരുന്നത്. അതിനെതിരെ അവരും കൃത്യമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ UDFൽ എന്ത് നടക്കണ്ട എന്നുള്ള തീരുമാനിക്കാനുള്ള ഒരു നിർണായകമായ സ്വാധീന ശക്തി എന്തായാലും മുസ്ലിം ലീഗിനുണ്ട്. മാത്രമല്ല, VD സതീശൻ എന്ന മുഖ്യമന്ത്രിയെ ആ കസേരയിൽ ഇരുത്തുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് എടുത്ത പണി കൃത്യം എന്തായിരുന്നു എന്നുള്ളത് കേരളം കണ്ടറിഞ്ഞാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഒരു താല്പര്യത്തിന് കൂടി വിരുദ്ധമായ രീതിയിൽ VD സതീശന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ UDF മന്ത്രിസഭയുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തൽക്കാലം നമുക്ക് പറയാൻ സാധിക്കില്ല. അതെന്ത് തന്നെയായാലും വെള്ളാപ്പള്ളി നടേശന് കിട്ടിയ വലിയൊരു പ്രഹരം തന്നെയായിരുന്നു. താൻ വലിയ നേതാവാണ്, താൻ വിചാരിച്ചാൽ രാഷ്ട്രീയത്തിൽ വലിയ വോട്ടുകൾ മാറ്റിമറിക്കാൻ സാധിക്കും, ഭരണമോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ വിജയമോ എല്ലാം മാറ്റിമറിക്കാൻ സാധിക്കും എന്ന് വീമ്പിളക്കിയിരുന്ന വെള്ളാപ്പള്ളി നടേശൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും വലിയ തിരിച്ചടി തന്നെയാണ്. VD സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതും അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയാണ്. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയും മന്ത്രി ലിജുവും വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കുന്ന വേദി പങ്കിടുന്നില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം നൽകിക്കൊണ്ട് ആ ചടങ്ങ് ബഹിഷ്കരിച്ചത് വെള്ളാപ്പള്ളിക്ക് അതിലേറെ വലിയ തിരിച്ചടിയാണ്, വെള്ളിടിയാണ്.